Good afternoon all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yeah, how are you all? Fine, ma'am. Fine, ma'am. Have you had your lunch? Yes, ma'am. So present, നമ്മുടെ present tense ആയിരുന്നു അല്ലെ പറഞ്ഞിരുന്നത് അല്ലെ? സ്ട്രക്ചേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? സ്ട്രക്ചർ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ഇപ്പൊ ചോദിച്ചാല് എന്ത് വിചാരിക്കും, ബാക്കിയുള്ളത് എന്തെങ്കിലും വിചാരിക്കോ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഇപ്പോ ഇംഗ്ലീഷ് ക്ലാസ് അല്ലല്ലോ, ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല. സോ ഇംഗ്ലീഷ് ക്ലാസ് ആണിപ്പോ അടുത്ത ക്ലാസ്സില് വേറെ മിസ് വരും. ഓക്കെ, ഇതിന്റെ മീനിങ് ഒന്നുകൂടെ പറഞ്ഞുതരോ? എന്തോ മീനിങ് അർത്ഥം ഒന്നുകൂടെ പറഞ്ഞുതരോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. മീനിങ്ങോ? എന്തിന്റെ മീനിങ് ആണ്? ഇപ്പൊ പ്രസന്റിന്റെ ഒക്കെ എങ്ങനെയാണ് മീനിങ് വരികയെന്ന്? മീനിങ് വരാ പ്രസന്റ് ടെൻസിലോ? നമ്മുടെ ടെൻസിലോ ഒരു ടെൻസ് വെച്ച് പറഞ്ഞതിനെയാണോ ഉദ്ദേശിക്കുന്നത്? ഐ റൈറ്റ് എന്ന് പറഞ്ഞതിനെയാണോ? ഓക്കെ, ഐ റൈറ്റ് എന്ന് പറയുമ്പോ ഞാൻ എഴുതുന്നു എന്ന് വരും. സിംപിൾ പ്രസന്റില് ഐ റൈറ്റ് എന്ന് പറയുമ്പോ ഞാൻ എഴുതുന്നു. ഐ ആം റൈറ്റിംഗ് എന്ന് പറയുമ്പോ ഞാൻ എഴുതുകയാണ്. നെക്സ്റ്റ്, I have returned എന്ന് പറയുമ്പോ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, then I have been writing എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വരും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ മാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക. ഓക്കെ, എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാവുന്നവരാണ്. അതായത് ആർക്കും എക്സ്പേർട്ട് ഒന്നല്ല. ഇപ്പോ ഇവൻ ഞാനും എക്സ്പേർട്ട് ഒന്നല്ല. ഓക്കെ, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാം. ഒരാളുടെ നെയിം വരുന്നുണ്ടെങ്കിൽ അപ്പോ ഈ പ്രസന്റ് സിമ്പിൾ ഒക്കെ എങ്ങനെയാന്ന് വരുന്നത്? നെയിം ആയിട്ട് ഇപ്പൊ ഹീ ഷീ ഇറ്റ് എന്നല്ലേ ആ സ്ഥാനത്ത് നെയിം ഒരാളുടെ പേര് വരുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല. ഇപ്പോ ഐ യു വി ദേ എന്നല്ല വരുമ്പോ സബ്ജക്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോമാണ് വരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ ഷീ വരുമ്പോ ഇത് എസ് കൂടി ചേർത്തിട്ടാണല്ലേ വരുന്നുണ്ട്. അതേപോലെ നെയിം വരുമ്പോ ഏത് കാറ്റഗറിയിൽ വരും? ഈ പ്ലൂറലാണോ സിംഗുലറിലാ വരും? അത്ര നെയിം ഒരാളുടെ പേര് ഒരാളെ പറയുമ്പോ ഹീന്റെ സ്ഥാനത്ത് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതേ ഇല്ലേ വരൂ? പേരൊക്കെ വരുമ്പോ അങ്ങനെയാണ് തിരിച്ചത്. പേരോ അതെ അതെ പേരോ വരുമ്പോ അല്ലെ? ഓക്കെ, ഇപ്പൊ ആളുടെ പേരാണെങ്കിൽ നമുക്കറിയാം. ആ പേര് കേൾക്കുമ്പോ നമുക്കറിയാം അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെ? അപ്പൊ നമുക്ക് മെയിൽ ആണെങ്കിൽ ഹീ ആയിരിക്കാം. സോ ഹീക്ക് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ആ പേരിലും യൂസ് ചെയ്യുന്നത്. പോലെ തന്നെ അതേപോലെ ഇപ്പൊ ഒരു വസ്തു ആണെങ്കിൽ ഇറ്റ് വെച്ചിട്ടാ പറയാറ്. ഇറ്റ് എന്നാ പറയാറ്. സോ ഇറ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം.
വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് തരും, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത്. പ്രസന്റ് ടെൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് പറയാം. അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താണ് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. ആ സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് തെറ്റില്ലാണ്ട് പറയാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? എന്റെ ഒരു എന്താ ഒരു ആക്റ്റീവ് അല്ലാതെ? റെഡി മാം. ഓക്കെ, ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, പെട്ടെന്ന് ബോറടിക്കും. ഓക്കെ, നിങ്ങൾ ഇന്ററാക്റ്റീവ് കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണ്ട, എന്തൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കൂ. ഓക്കെ, ഞാൻ സ്ട്രിക്റ്റ് ഒന്നല്ല, ഞാൻ സ്ട്രിക്റ്റ് അല്ല, സീരിയസ് അല്ല. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയാം. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. അവൻ നോട്ട് എഴുതുക. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. എങ്ങനെയാ വരാം? എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സോ ട്രാൻസ്ലേറ്റ് ചെയ്യൂ. സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കി. He stays in Pathanamthitta. He stays in Pathanamthitta. ഇന്ന് ഫുൾ എന്റെ ക്ലാസ് അല്ല, നെക്സ്റ്റ് ക്ലാസ് മിസ് വരും, മിസ് വരും. ഓക്കെ, He is live in Pathanamthitta. ലൈവ് അല്ല, ലിവ് എന്ന് പറയാം. ഓക്കെ, ലിവ്. Yes. Pathanamthitta. He lives in Pathanamthitta. Living in Pathanamthitta, lives in Pathanamthitta, he lives at Pathanamthitta, he lived in Pathanamthitta. Okay, then He live in Pathanamthitta. living in Pathanamthitta. Okay. Staying on. Staying in Pathanamthitta. Okay. Yeah. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ ആൻസർ പറയട്ടെ? Yes. മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം, കറക്റ്റ് ആണെങ്കിലും പറയണം. ഓക്കെ, ആൻസർ he lives in Pathanamthitta. He lives in Pathanamthitta എന്നാണ്. ശരിയാ. Pathanamthitta. ഓക്കെ, മിസ്റ്റേക്ക് വന്നോ? ഇല്ല. വന്നില്ല. വേറെ മിസ്റ്റേക്ക് വന്നോ? മിസ്റ്റേക്ക് വന്നു. എന്താണ്? ഹി ആയതുകൊണ്ട് ലിവ്സ് പറയാം. മനസ്സിലായോ? ഹി ആയതുകൊണ്ട് ലിവ്സ് പറയണം. ഈ സിംഗുലർ ആണ്, സോ ലിവ്സ് പറയാം. ആക്ച്വലി ആ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ക്ലാസ് എടുക്കുമ്പോൾ മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പോ ഹി സിംഗുലർ ആയതുകൊണ്ടാണ് വെർബ് എന്താണ് വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് ലിവ്സ് പറയുമ്പോൾ ഹി ലിവ്സ്. നമ്മൾ താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു എക്സാക്ട് പ്ലേസ് ആണെങ്കിലാണ് അവിടെ ആക്ട് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് അത് പറയാനാണ് ആക്ട് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു പ്ലേസ് പറയുമ്പോൾ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ പ്രപോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഒരു പ്ലേസ് ആണെങ്കിൽ. അപ്പൊ ആൻസർ കറക്റ്റ് ആണോ? ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട എന്നാണ് വരാ. ക്ലിയർ ആയോ?
Clear, ma'am. Yeah. Okay. Any doubt? No, ma'am. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. എന്തായാലും ചോദിക്കാം. എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിക്കാം. അത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. ഇനിയിപ്പോ ഞാനെന്ന് വിചാരിക്കും ചിരിക്കണ്ട, ഞാനൊന്നും വിചാരിക്കില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ ഡൗട്ട് വരാം. മനസ്സിലായോ? സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പോ he lived in പത്തനംതിട്ട എന്നാണ്. അടുത്തത് ഇനിയിപ്പോ ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു എന്നാണെങ്കിലോ, ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. I live in പത്തനംതിട്ട. I live in Pathanamthitta. Live in Pathanamthitta. I am living in Pathanamthitta. I live in Pathanamthitta. I live in Pathanamthitta. I live in പത്തനംതിട്ട. I live in പത്തനംതിട്ട എന്നാണ് വരാം. ഐ എന്ന് പറഞ്ഞ പ്ലൂറലാണ്. സോ വേർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ലിവ് മാത്രമേ ഉള്ളൂ. I live in പത്തനംതിട്ട എന്നാണ് വരാം. I am living എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ I am പറയില്ല. I live in പത്തനംതിട്ട ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഏതാണ്? സിമ്പിൾ പ്രസന്റ്? Subject Subject plus verb. Yeah, subject plus V1 അല്ലേ? വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോ I live in പത്തനംതിട്ട എന്ന് പറയാം. I എന്ന് പറയുന്ന സബ്ജക്ട് കൂടെ വരുന്ന വെർബ് ഏതാണ്? live ആണ്. I live in പത്തനംതിട്ട. ഓക്കെ. ഇനിയിപ്പോ ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുകയാണ് എന്ന് പറയണെങ്കിലോ, മലയാളം ശ്രദ്ധിക്കണം. ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുകയാണ്. I am living in Pathanamthitta. I am living in Pathanamthitta. I am living in പത്തനംതിട്ട. കണ്ടിന്യൂസ് ആണല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ I am living in പത്തനംതിട്ടയാണ്. സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വെർബ്, then വെർബിന്റെ കൂടെ ing. I am living in പത്തനംതിട്ട. കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ടെൻസ്. ഓക്കെ. അപ്പോ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, താമസിക്കുകയാണ്, പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്? അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോ ലിവിങ് ing വേണം, ഓക്സിലറി വെർബ് വേണം. ഓക്കെ. ഇപ്പൊ എന്താണ്? നിങ്ങൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞേ. നിങ്ങൾ പഠിക്കുകയാണ്. I am studying. I'm studying. I am studying. Okay. Teacher ഇനിയിപ്പോ ടീച്ചർ പഠിപ്പിക്കുകയാണ് എന്ന് പറയേ. പറയൂ. ടീച്ചർ പഠിപ്പിക്കുകയാണ്. Teacher is teaching. Teacher is teaching. Teacher studying. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് എന്ന് പറയൂ. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. Teacher is teaching English. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷ് വേർഡ്? Teacher is studying in English. Teach. Studying. പഠിക്കുകയല്ലേ? സ്റ്റഡി. പഠിപ്പിക്കുക എന്താണ്? Studying in English. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്താ? ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലെ? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. Teacher is teaching English. Yeah. Clear. ഇനിയിപ്പോ അടുത്തൊരു എക്സാമ്പിള് അടുത്തൊരു സെന്റൻസ് പറയാം. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു.
നോട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. We are playing football. We are playing. We are playing football Playing. every We day. are playing football every day. ഞാൻ പറഞ്ഞ സെന്റൻസ് ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു എന്നാണ്. സെന്റൻസ് നോക്കുക. ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക. We are We are playing playing football every day. സിമ്പിൾ പ്രസന്റ് ആണോ? സിമ്പിൾ പ്രസന്റ് ആണ്. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കണ്ടിന്യൂസ് ഇട്ട് പറയുന്നു. We play football every day. We play football every day. Yeah. You play football every day. മലയാള സെന്റൻസ് ശ്രദ്ധിക്കണം. ഓക്കെ, കളിക്കുകയാണ് എന്നാണ് പറയുക. എന്താണ് we are playing പറയും. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ്. അവിടെ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പറയും. ഒരു മലയാളത്തില് സെന്റൻസ് ഇങ്ങനെ പറയുമോ? ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് പറയുമോ? ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾക്കാണ് കണ്ടിന്യൂസ് പറയാം. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണെന്ന് പറയുമ്പോൾ എന്ന് പറയും we are playing football അല്ലെ? ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോ we play football every day. ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. Yes, miss. അടുത്തൊരു മലയാളം എഴുതാം. എല്ലാവരും മ്യൂട്ട് ചെയ്യോ? പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. അടുത്തൊരു മലയാളം എഴുതാം. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. എല്ലാവരും പറയൂ. അതിന് ശേഷം ഞാൻ ആൻസർ പറയാം. ഓക്കെ. I wake up every day at 7 o'clock. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. മലയാളം ശ്രദ്ധിക്കണേ. ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. I wake up in the morning at 7 o'clock. I wake up every day at 7 o'clock. I wake up every day at 7 o'clock. I wake up every day 7 o'clock. I wake up every morning at 7 o'clock. I wake up every morning 7 o'clock. I wake up every morning at 7 o'clock. Okay. I wake up every morning at 7 o'clock എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. I wake up at 7 AM every morning എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും അല്ല, എന്നും രാവിലെ എന്നാണ്. അപ്പൊ എവ്രി മോർണിംഗ്, എന്നും രാവിലെ എന്ന് പറയുമ്പോൾ എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്നും എന്ന് പറയുമ്പോൾ എവ്രി ഡേ.
സോ മലയാളം ശ്രദ്ധിക്കണം. അപ്പൊ I wake up at 7 o'clock every morning എന്ന് പറയാം, അല്ലെങ്കിൽ I wake up every morning at 7 o'clock എന്നും പറയാം. ഓക്കെ, ക്ലിയർ? മിസ്റ്റേക്ക് വന്നവര് കറക്റ്റ് ചെയ്യാം. I wake up every morning at 7 o'clock. എപ്പോഴും ടൈം പറയുമ്പോ at എന്ന് പറയുന്ന പ്രൊപോസിഷൻ കൊടുക്കണം. ഓക്കെ, at. ഇനി അവളാണെങ്കിലോ അത് ഫീമെയിൽ ആണ്. അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞേ. അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു. She She wakes wakes up up every morning at 7 o'clock. 7 o'clock every morning. She She wakes up Wakes up. every morning at 7 o'clock. She wakes up. Wakes up. She wakes up every morning at 7 o'clock. She wakes up every morning at 7 o'clock. yeah. She wake up every wakes ആണോ wake ആണോ? Wakes. Yeah, Wakes. wakes ആണോ? So she wakes up every morning at 7 o'clock. Okay, wakes ആണ് വരെ. No, wake up, wakes up. She എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്താണ് s ആഡ് ചെയ്യണം. So wakes, wakes up. Clear? Next. She wakes up every morning at 7 o'clock. Yeah. Clear? Doubt ഉണ്ടോ? Doubt ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay. And next, അവൻ എന്നും നടക്കാൻ പോകുന്നു. അവൻ എന്നും ഒന്ന് നടക്കാൻ പോകുന്നു എന്നും പറയും. അവൻ എന്നും നടക്കാൻ പോകുന്നു. He walks for walking every day. He walks 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 every day. Goes to walk every day. He walks every day എന്ന് പറയുമ്പോൾ അവൻ എന്നും നടക്കുന്നു എന്നാണ്. അവൻ എന്നും നടക്കുന്നു. He walks every day എന്ന് പറയുമ്പോൾ അവൻ എന്നും നടക്കുന്നു. ഞാൻ പറഞ്ഞത് അവൻ എന്നും നടക്കാൻ പോകുന്നു എന്നാണ്. He walks every day. Every day. മിസ് ഇതിലേതാ He വെർബ്? goes to work every day. വെർബ് വരുന്നത് Answer. He goes for a walk every day. He goes for a walk every day. He എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ വെർബ് വരുമ്പോ എന്താണ്? Go എന്ന് പറയുന്നത് goes out. Yes, add ചെയ്യണം. He goes എന്തിനു പോകുന്നു? For a walk. അല്ലെ, നടക്കാൻ പോകുന്നു. For a walk. എപ്പോ? എല്ലാ ദിവസവും അല്ലെ, എന്നും. Every day. He goes for a walk every day. Yeah. Okay. He goes for a walk every day. Clear ആണോ? Clear, ma'am. Yes, ma'am. Yeah. Next,
ഞാൻ സാധാരണയായി അല്ലെങ്കിൽ ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. ഇപ്പൊ കുടിക്കുന്നത്, ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്, മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ മിക്കവാറും അല്ലെങ്കിൽ ഒരു സാധാരണ ഞാൻ എന്നും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. Usually I drink coffee in the morning. ഞാൻ രാവിലെ മിക്കവാറും ഞാൻ കോഫിയാണ് കുടിക്കാറ്. Usually I drink coffee. I usually drink coffee in the morning. Okay. മിക്കവാറും സാധാരണയായി എന്നൊക്കെ പറയുമ്പോ യൂഷ്വലി ആണ് വരാം. യൂഷ്വലി. ഓക്കെ, സോ പറയാൻ പറ്റുന്നോക്കേ, ഞാൻ സാധാരണയായി എന്ന് പറയുമ്പോ യൂഷ്വലി ആദ്യവും വരാം, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടും വരാം. രണ്ടും കറക്റ്റ് ആണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പൊ എന്ത് വരും? I usually drink coffee every day. I usually drink coffee every day. അല്ലെങ്കിൽ in the morning, രാവിലെ എന്നാ ഞാൻ പറഞ്ഞേ. അപ്പോ I usually drink coffee in the morning. യൂഷ്വലി ആദ്യം വന്നാണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. യൂഷ്വലി I drink coffee in the morning എന്ന് പറയുന്ന മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും പറയാം. യൂഷ്വലി I drink coffee in the morning എന്ന് പറയാം. I will usually drink coffee in the morning എന്നും പറയാം. രണ്ടും കറക്റ്റ് ആണ്, മിസ്റ്റേക്ക് ഇല്ല. I usually drink coffee in the morning. Clear ആണോ? Yes, ma'am. നെക്സ്റ്റ്, അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. ഫസ്റ്റ് സബ്ജക്ട് എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഫസ്റ്റ് സബ്ജക്ട് എഴുതാം. ദെൻ ഈ എപ്പോഴും, സാധാരണയായി എന്നൊക്കെ പറയുന്ന വാക്കുകൾ വരും. അതൊന്നില്ലെങ്കിൽ സബ്ജക്റ്റിന് മുൻപോ അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷമോ നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ പിന്നെ വേണ്ടത് വെർബാണ്. മനസ്സിലായോ? പിന്നെ വേണ്ടത് വെർബാണ്. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളത്തിലെ വെർബ് ഏതാണ്? പോകുക എന്നാണ്, അല്ലെ? സോ ദെൻ മൂന്നാമത്തെ വേർഡ് വെർബ് എഴുതാം. പിന്നെ എന്തിനു പോകുന്നു എന്ന് എഴുതാം. എന്തിനാ പോകുന്നത് അത് എഴുതാം. അതിനുശേഷം എപ്പോ പോകുന്നു. ഓക്കെ, ഇനി ആ സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്ത് നോക്കി. ഫസ്റ്റ് സബ്ജക്ട്, ദെൻ കൂടെ വന്നിരിക്കുന്ന എപ്പോഴും ഇങ്ങനെ വരാം, ദെൻ വെർബ് വരാം, അതിനുശേഷം എന്തിനു പോകുന്നു, എപ്പോ പോകുന്നു. ഇതിനിടയിൽ കുറച്ച് പ്രപ്പോസിഷന്റെ ആവശ്യം വരും. പ്രപ്പോസിഷൻ എന്താണ് വേണ്ടി വരും? എന്തിനു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രപ്പോസിഷൻ വേണം. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ജോലിക്കാണ് പോകുന്നത്, അല്ലെ? എങ്ങോട്ടേക്ക്? ജോലിക്ക്. അപ്പൊ എന്ത് വരും? ഫോർ വർക്ക് ആണോ? I always go for job on a time. Always goes for job and on track. No. ഇത് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ജോലിക്കാണ് പോകുന്നത്. ജോലിക്ക് പോകുന്നത്, ഓഫീസിലേക്കാണ് പോകുന്നത്, ജോലിക്കാണ് പോകുന്നത്, പോകുകയാണ്, അല്ലെ? അപ്പോ ഇങ്ങനെയാ വരാ, ടു വർക്ക് ആണ് വരാ. മനസ്സിലായോ? ടു വർക്ക്. എന്തിനു പോകുന്നതാണെങ്കിൽ ഫോർ യൂസ് ചെയ്യാം. ഇത് എങ്ങോട്ടാ പോകുന്നത്? ടു വർക്ക്, അല്ലെ? ടു വർക്ക്. ഇപ്പൊ ഒരു സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ ടു സ്കൂൾ, അല്ലെ? ഓഫീസിലേക്കാണെങ്കിലോ ടു ദി ഓഫീസ് എന്ന് പറയും നമ്മൾ. അപ്പൊ ടു വർക്ക് ആണ് വരാ. ഓക്കെ, അപ്പോ സെന്റൻസ് എങ്ങനെയാ വരാ?
He always goes to work on time. He always goes to work on time. Always goes to work on time. കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ on time നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Answer me, yes or no. Do you have any doubts? No doubts. No doubts. All clear. അത് നല്ല ക്ലാസ് ആണ് അല്ലേ? Why goes? Why goes? അതിന്റെ ആൻസർ എന്താ? അന്നെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അന്ന് ഗോസ് വന്നത്? ആരാ ആൻസർ പറഞ്ഞു കൊടുക്ക? Singular ആയ he എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട്. ഓക്കെ, അന്ന ക്ലിയർ ആണോ? അന്ന ക്ലാസ്സിലുണ്ടോ? ഒന്ന് സംസാരിക്കാൻ പറ്റുമോ അന്ന? Yes, ma'am. അന്നക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓൾവേസ് വന്നല്ല. ബോസ് വന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു ഡൗട്ട്. ഓൾവേസ് എന്ന് പറയുന്ന ഒരു വാക്കല്ലേ, എപ്പോഴും അത് എന്തായാലും വരും. പിന്നെ he എന്ന് പറയുമ്പോൾ വേർബിന്റെ കൂടെ എപ്പോഴും എന്താണ് എസ് ആണ്, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഓൾവേസ് ഹിക്ക് മുന്നേ നമ്മൾ ആഡ് ചെയ്ത മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ ഓൾവേസ് he goes to work on time എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, മനസ്സിലായോ? അതുകൊണ്ട് ഓൾവേസ് ഹിക്ക് ശേഷവും സബ്ജക്റ്റിന് ശേഷവും സബ്ജക്റ്റിന് മുൻപ് വെച്ചത് കൊണ്ട് മിസ്റ്റേക്ക് വരില്ല. എപ്പോഴും സബ്ജക്റ്റും വെർബും നോക്കാം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, അത് നോക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു മലയാളം എഴുതിക്കോളൂ. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. എങ്ങനെയാ പറയാ? I drink tea in the morning. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. I drink tea. I drink tea in the morning. Yeah, I drink tea in the morning. I drink tea in the morning. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. ഓക്കെ, I drink so. സ്വപ്ന ഡ്രിങ്ക്സ് പറയില്ല. നമ്മള് ഐ എന്ന് പറയുന്നത് പ്ലൂറിലാണ്. മ്യൂട്ട് ചെയ്യണേ. മിസ്, ഈ പ്ലൂരല് എന്ന് പറയുമ്പോൾ എന്താ? എന്തോ പ്ലൂരല്? പ്ലൂരൽ എന്ന് പറയുന്നത് ബഹുവചനം. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുക, ഐ എന്ന് പറയുന്നത് ഒറ്റക്കേ ഉള്ളൂ, ഞാനൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഐ യു ബി ദേ എന്ന് പറയുന്ന അവരൊരു ഗ്രൂപ്പാണ്, മനസ്സിലായോ? ഐ യു ബി ദേ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് കണക്കാക്കാറ്. ഓക്കെ, സിംഗുലർ അല്ല പ്ലൂരൽ. സോറി, പ്ലൂരൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ എപ്പോഴും പ്ലൂരൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഐ ഒറ്റക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഐ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഐ യു ബി എന്ന് പറഞ്ഞ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ, നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? പറയൂ. ഞാനത് ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നാണേ, ആൻസർ പറയണ്ട. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ.
എങ്ങനെയാ വരാ? ക്വസ്റ്റ്യൻ ആണ്. Do you drink tea in the morning? Are you drink tea in the morning? Are you drinking tea in the morning? ഓക്കെ, അപ്പോ ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് ഏത് ടെൻസ് ആണ്? Simple present. Simple present. അല്ലെ, സിമ്പിൾ പ്രസന്റ് ആണ്. സോ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. നിങ്ങൾ ചായയാണ് കുടിക്കുന്നത്, അപ്പോ സിമ്പിൾ പ്രസന്റ് ആണ്. പ്രസന്റ് ആയതുകൊണ്ട് ഡു ആണ് വരാം. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഓക്കെ, ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് അങ്ങനെയാ വരാം. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഡു യു ആണ് ചോദിക്കാം. ഓക്കെ, യുവിന്റെ കൂടെയാണ് ഡു വരാം. ഓക്കെ, ക്ലിയർ? ഇപ്പോ അവനാണ്, അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. അവൻ രാവിലെ ചായയാണോ കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. സോ ട്രാൻസ്ലേറ്റ് ചെയ്തേ. അവൻ രാവിലെ ചായയാണോ കുടിക്കുന്നത്? Do you drink tea in the morning? Does he drink tea in the morning? Did he drink tea? Does he drink tea in the morning? സിമ്പിൾ പ്രസന്റില് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ യുവിന്റെ കൂടെ ഡു ആണ് വരാം. ഓക്കെ, യു വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് എങ്കില്, യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ എങ്കില് അതിന്റെ കൂടെ ഡു ആണ് വരാം. അതായത് നിങ്ങൾ ചായയാണ് കുടിക്കുന്നത്, നിങ്ങൾ അതാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണെന്നല്ല, നിങ്ങൾ പ്രവൃത്തി ചെയ്യുകയാണ്. ഇപ്പോ നിങ്ങൾ രാവിലെ എന്താണ് നിങ്ങൾ അതാണ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ. സോ നിങ്ങൾ വെച്ചിട്ടോ നീ വെച്ചിട്ടോ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഡു ആ വരാം. ഡു യു എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അവനാണെങ്കിലോ അവളാണെങ്കിലോ അവൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്, അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് എന്ന് പറയുമ്പോ ഡസ് ആണ് അവിടെ വരാം. Does he drink tea in the morning? ഡസ് ആണ് വരാം. ഓക്കെ, Does he drink tea in the morning? എന്നാ വരാം. Okay, is it clear? Clear, ma'am. Okay, clear. Okay. Ma'am, does he drinks അല്ലേ? Drinks ആണോ drink ആണോ വരുന്നേ? Drink ആവുള്ളൂ, എസ് വരില്ല. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡ്രിങ്ക് ആയിരിക്കും വരാം. കാരണം ഓൾറെഡി ഡസ്റ്റ് വന്നിട്ടുണ്ട്. ഡസ്റ്റ് വന്നത് കൊണ്ട് വെർബ് എന്താണ് ഡ്രിങ്ക് ആയിരിക്കുള്ളൂ, എസ് വരില്ല. ഓക്കെ, അത് ക്വസ്റ്റ്യനിലാണേ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഡസ്റ്റ് ഉണ്ടെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഉണ്ടാവില്ല. ആ എസ് ഡസ്റ്റിലേക്ക് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്നാ വരാം, ഡ്രിങ്ക്സ് വരില്ല. ക്ലിയർ? Clear, ma'am. Clear, ma'am. Yeah. Yeah. Okay, ഇനിയിപ്പോ അടുത്തത് അവൾ ഇന്നും കുക്ക് ചെയ്യാറുണ്ടോ? അവൾ ഇന്നും കുക്ക് ചെയ്യോ? Does she cook every day? Does she cook every day?
എല്ലാരും പറയും അവളെന്നും കുക്ക് ചെയ്യുന്നുണ്ടോ, കുക്ക് ചെയ്യാറുണ്ടോ, കുക്ക് ചെയ്യോ എന്ന് ചോദിക്കില്ല നമ്മള്. Does she cook every day? Does she cook every day? She cook every day. Does she always cook? Does she cook every day? എന്നാ പറയാ. Does she cook every day? അവളെന്നും കുക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവളെന്നും കുക്ക് ചെയ്യുമോ എന്ന് ചോദിക്കും നമ്മൾ അല്ലെ. എന്നും കുക്ക് ചെയ്യുമോ? Does she cook every day? അല്ലെ. ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ എന്താ വരാ? അവളില്ല, അവള് എന്നും കുക്ക് ചെയ്യാറില്ല, അവളെന്നും കുക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോ എങ്ങനെ വരാം? She doesn't cook every day. Doesn't she cook Yeah. every day? No, 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 does not cook every day. Yeah. she didn't. Doesn't cook every day. Doesn't. Doesn't ആവണം. നെഗറ്റീവ്. Doesn't നെഗറ്റീവ്. Doesn't. Okay. നെഗറ്റീവ് doesn't ആണ്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? Do you drink tea in the morning? അത് നെഗറ്റീവ് ആണെങ്കിലും ഇല്ല, ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ ചായ കുടിക്കുന്നത്. നെഗറ്റീവ് എങ്ങനെയാ വരാം? I don't drink. I don't അല്ലെ. I don't drink tea. I don't drink tea in the morning. ഞാൻ കുടിക്കാറില്ല, ചായയല്ല കുടിക്കുന്നത്. അപ്പൊ ഡൂവിന്റെ നെഗറ്റീവ് ഡോൺ. ഡൂവിന്റെ നെഗറ്റീവ് ഡോൺ. ഡസ്റ്റിന്റെ നെഗറ്റീവ് doesn't. Okay, do, don't, does, doesn't. Clear? Yeah. Yes. Next, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? How does your children go to school? How does your children go to school? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അവിടെ ഓൾറെഡി ഒരു ചോദ്യമുണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? എങ്ങനെ അല്ലെ. എങ്ങനെ എന്ന് പറയുന്നത് WH ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് ആദ്യം എഴുതുക. ഹൗ ആദ്യം എഴുതുക. ഹൗ. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് പോകുന്നതെന്നാണ്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ വെച്ചൊരു ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് വരണം? ഡു ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഹൗ ഡു യുവർ കിഡ്സ് ഓർ ചിൽഡ്രൻ? യൂസ് everything. Kids or children. Okay. അപ്പൊ ഹൗ ഡു യുവർ കിഡ്സ് എങ്ങോട്ട് പോകുന്നത്? Go to school. How do your kids go to school? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? How do your kids go to school? How do your kids go to school? Okay. അപ്പൊ how WH ക്വസ്റ്റ്യൻ സെന്റൻസ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് എഴുതാം. How. Okay. How. Then to എഴുതാം. കാരണം എന്താണ്? നിങ്ങൾ വെച്ചിട്ട് അവിടെ ചോദിച്ചേ. നിങ്ങൾ to എഴുതാം. How do your kids go to school? Clear ആണോ? അമ്മു പ്ലീസ് റൈറ്റ് എന്ന് പറയുമ്പോ ആൻസർ ആണ് എങ്ങനെ എഴുതണ്ടേ? ആൻസർ ആണെങ്കിൽ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ക്ലിയർ ആണോ? ഹൗ ഡു യുവർ കിഡ്സ് ഗോ ടു സ്കൂൾ? ഇനി നെക്സ്റ്റ്, അവന്റെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അവന്റെ
അവന്റെ മക്കൾ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? How does his How does children he go to school? his kids go to school? How does his kids how does his kids go to school? How does his kids going to school? എനിക്കറിയാം നിങ്ങളെ ഡസ് വെച്ച് പറയുന്നു, പക്ഷെ ഡസ് വെച്ച് പറയരുതട്ടോ. കാരണം ഞാൻ പറഞ്ഞു ഹി ഷീ ഒക്കെ വരുമ്പോഴാണ് ഡസ് പറയാം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഹിസ് ആണ്, അവന്റെ ആണ്. ഹിസ്, അവന്റെ അവളുടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡസ് വരില്ല, ഡു തന്നെയാണ്. How do his kids go to school? Okay. How do his kids go to school? അവിടെ ഹിസ് ആണ് വന്നിരിക്കുന്നത്. ഹിസ് വെറും ഹി അല്ല, അവന്റെ അവളുടെ എന്നൊക്കെയാ നമ്മൾ പറയാം അല്ലെ. അവന്റെ മക്കൾ എങ്ങനെയാ പോകുന്നത്? How do his kids go to school? അങ്ങനെയാ വരാം. അപ്പൊ ഹിസ് വരുമ്പോ ഡു ആ വരാം, ഡസ് വരില്ല. ഓക്കെ. ഇപ്പൊ അവളുടെ മക്കൾ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത് ചോദിക്കൂ. എങ്ങനെയാ വരാ? How do her kids go to school? How do her kids go to school? How do her kids? How do her kids go to school? Yeah, how do her kids go to school? Okay. Clear ആയോ? Clear? Doubt ഉണ്ടോ? ചോദിക്കാം. Clear ആണ്. ഗോയിങ് ആണോ ഗോയാണോ വരിക? ഗോയാ വരാം, ഗോയിങ് വരില്ല. ഓക്കെ. ഓക്കെ. സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായത്. സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞു. ഓക്കെ. ക്ലിയർ ആണോ? നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കാം. Where do you work? നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? പറയൂ. എവിടെ, ഫസ്റ്റ് എവിടെ എന്നുള്ളത് ഫസ്റ്റ് ചെയ്യാം. Where are you working? Where are you working? Yeah. Where are you working? Where are you working എന്ന് പറയുന്നതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞ എല്ലാവരും. മീനിങ് പറയൂ. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? Where are you working? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? സോ പക്ഷെ ഞാൻ പറഞ്ഞത് പ്രസന്റ് ആണ്. പ്രസന്റ്, സിമ്പിൾ പ്രസന്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ എന്താ പറയാ? Where are you working എന്ന് ചോദിച്ചത് കൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. ചോദിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും, അയാൾ ആൻസറും പറയും. സോ അതിന് മിസ്റ്റേക്ക് ഇല്ല. ഞാൻ ചോദിച്ചത് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? Where do you work? Where do you work? Yeah. Where do you work? അങ്ങനെയും ചോദിക്കാം. Where do you work? നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? Where do you work?
ഓക്കെ, where are you working എന്ന് ചോദിക്കുന്നതിന് ബെറ്റർ where do you work, എവിടെ ജോലി ചെയ്യുന്നു. ഓക്കെ, where do you work, where എന്ന് പറയുന്ന WH question ഫസ്റ്റ് ചെയ്താ then question ആണ് do you work അല്ലെ, ജോലി ചെയ്യുന്നത് do you work, where do you work അങ്ങനെയാ വരാം. ആൻസർ ഏതാ? ആൻസർ പറയും ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. I am working in a bank. I am working in a bank. I work in bank. I works I work in a bank. ഇപ്പോ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് ചോദിച്ചത്. where do you work, where do you work എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയുന്നത് I work in a bank എന്ന് പറയാം, അല്ലെങ്കിൽ I work at a bank എന്നും പറയാം. രണ്ടും പറയാം. at പിന്നെ യൂസ് ചെയ്യാം. I work in a bank, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എന്താണ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്നും അറ്റും യൂസ് ചെയ്യാം, മിസ്റ്റേക്ക് ഇല്ല. I work in a bank അല്ലെങ്കിൽ I work at a bank. എന്താണ് where do you work എന്നുള്ളതിന്റെ ആൻസർ ആണത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുന്നത് where are you working, where are you working എന്ന് ചോദിക്കുമ്പോൾ I work in a bank എന്ന് പറയും. മനസ്സിലായോ? ടെൻസ് ബേസ് ചെയ്തിട്ട് ആൻസർ പറയാം. where are you working എന്നാ ചോദിക്കണമെങ്കിൽ I am working in a bank, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ പേര് പറയും. I am working എന്തെങ്കിലും SBA അങ്ങനെ പറയാം. ഓക്കെ, ഇനിയിപ്പോ ചോദിച്ചത് where do you work എന്നാണെങ്കിൽ I work in a bank. Clear? Where do you work എന്ന് പറയുമ്പോൾ I work in a bank. Where are you working എന്നാണെങ്കിൽ I am working in a bank എന്ന് പറയും. മിസ്റ്റേക്ക് ഇല്ല, രണ്ടും മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ക്ലിയർ? കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലിയർ ആണോ? ആണെങ്കിൽ പറയും. എല്ലാവരും പറയൂ. 75 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവർക്കും ക്ലിയർ ആവണം. എല്ലാവരും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റിയിട്ട് സംസാരിക്കൂ. yes ma'am. എന്താണ് കൺഫ്യൂഷൻ എന്താണെന്ന് പറയാമോ? ഒരു ടെൻസ് വരുമ്പോൾ എസും ഐഎൻസി ഒക്കെ എങ്ങനെ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഡൗട്ട്. ടെൻസ് വരുമ്പോ കൺഫ്യൂഷൻ ആണല്ലോ, ആണോ? ടെൻസ് വരുമ്പോൾ ഐഎൻസി ആണോ എസ് ഫോം എങ്ങനെയാണോ ഏതാണ് ചേർക്കില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടല്ലേ. അത് കുറച്ചുകൂടെ ക്ലാസ് കഴിയുമ്പോ ആ ഡൗട്ട് ക്ലിയർ ആവും കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് അങ്ങനെ കേൾക്കുന്നോണ്ടാണ്, പെട്ടെന്ന് ഫുൾ ഇങ്ങനെ പറയുന്നോണ്ടാണ്. ഓക്കെ, നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇനി വരുന്ന ക്ലാസ്സിലൂടെ നമ്മൾ തന്നെ പറയും, ആ കൺഫ്യൂഷൻ പോകും. എന്നിട്ട് പോയില്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ഒന്ന് പറയണം കേട്ടോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. ഓക്കെ ഓക്കെ മാം. ഇനി ഇതുപോലെ ആർക്കെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? എന്തെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ അറിയാവുന്നവര് ഒന്ന് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ ഗ്രൂപ്പ് അതുള്ളത്. എന്തോ ഒഫീഷ്യൽ ഗ്രൂപ്പ് അത് ഐ മീൻ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടുന്നത് അങ്ങനത്തെ ഗ്രൂപ്പ് അത്. ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. അല്ലാതെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നും ഇല്ല? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മിക്ക ക്ലാസ്സിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം.
കാരണം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരസ്പരം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷിലായാലും ഇപ്പൊ എന്തോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് കുട്ടികളുള്ള. എന്നൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ അതില്? ഞങ്ങളൊന്നും ആഡ് അല്ല അതില്, എല്ലാവരും അത് ഫസ്റ്റ് വന്ന കുട്ടികളെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി നോക്കാൻ ഓക്കെ. എല്ലാവരും കൂടെ ആഡ് ചെയ്യും കേട്ടോ. നമ്മൾ കൊടുത്താലും ചെയ്താലും മതി. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡൗട്ട് ഗ്രൂപ്പിന്റെ അഡ്മിന്റെ നമ്പർ ഒന്ന് തന്നാൽ മതി, അപ്പൊ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആഡ് ചെയ്യാൻ പറയാം. അതിലെ അഡ്മിൻ ആരാന്ന് വെച്ചാൽ അയാളൊന്ന് നമ്പർ തരുമോ? ഈ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികൾ കുറെ ഉണ്ട് അതില്. ഫസ്റ്റ് അഡ്മിനെ നോക്കണം, പേര് നോക്കണം. ഇതിൽ അതിലുള്ള കുട്ടികളെ ഇപ്പൊ ക്ലാസ് കേൾക്കുന്നുണ്ടാവും, നോക്കുന്ന എന്തായാലും ഇന്ന് ഗ്രൂപ്പിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിത്തെ നമ്പർ ആഡ് ചെയ്താ പോരെ ഇതിലുള്ള കുറച്ച് കുട്ടികളുടെ? ഇതിലുള്ളവരെ നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതല്ലെങ്കിൽ പിന്നെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യണം. ഇതിപ്പോ ഞങ്ങൾ ആരാന്ന് അറിയില്ലല്ലോ ഏത് നമ്പറാണ്. അഡ്മിന്റെ നമ്പർ ഉണ്ടെങ്കിൽ തന്നാൽ മതി, ഞങ്ങള് പേഴ്സണലി മെസ്സേജ് ഇട്ടോളാം. അഡ്മിന്റെ നമ്പർ അവരോട് പേഴ്സണലി പറയാം. അഡ്മിന്റെ നമ്പർ മെസ്സേജ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടും. ഇടാം. ഓക്കെ, നമ്പർ ഇട്ടിട്ടുണ്ട്. സോ ഗ്രൂപ്പിൽ നിന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ബേസ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അറിയാവുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോ കുറച്ചുകൂടെ അത് സിമ്പിൾ ആവും. ഓക്കെ, ഇന്ററാക്ഷൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ ഡൗട്ട് ഒക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് പോകും. എന്തെങ്കിലും പരസ്പരത്തിലും ക്ലാസ്സിനെ കുറിച്ച് പറയാണെങ്കിൽ പറയാം. ഓക്കെ മാം, നോട്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ? ടൈപ്പ് ചെയ്യണോ നോട്ട്? അല്ലെങ്കിൽ മെസ്സേജ് ഇടാമോ മാഡം? എനിക്ക് ടൈപ്പ് ചെയ്യണം, ടീച്ചർ പറയുന്ന എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്, ഒരു പോയിന്റ് ആയിട്ട് വെച്ച് ഞാൻ നോക്കി. ഓക്കെ ഓക്കെ മാഡം, നോക്കി എഴുതിക്കോളാം. പോയിന്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ആയാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയിന്റ് ചെയ്താണ് കേട്ടോ. ഓക്കെ മാം. ഓക്കെ. സോ ഇനി എന്തെങ്കിലും ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലാസ് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ല, ബോറടിക്കണമൊന്നുമില്ല. ഓക്കെ, അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.